ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 2024 ദിവ്യകാരുണ്യ വർഷമായി തലശ്ശേരി അതിരൂപതയിൽ ആചരിക്കുകയുണ്ടായി. കുടിയേറ്റ ജനതയുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. കുടിയേറ്റക്കാരെ എത്തിയപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അതുപോലെ അവർ ആഗ്രഹിച്ചിരുന്നു. കുർബാനയുള്ള ആശ്രയത്വമാണ് കുടിയേറ്റത്തിന്റെ ആദ്യകാലത്തെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ കുടിയേറ്റ ജനതയെ സഹായിച്ചത്. ദിവ്യകാരുണ്യ വർഷ ആചരണത്തിന്റെ സമാപനത്തിൽ തോമാപുരം സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ വെച്ചാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത്. തലശ്ശേരി അതിരൂപത ചരിത്രത്തിൽ ഒറ്റ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നിട്ടുള്ളൂ. അത് തോമാപുരത്ത് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് ആയിരുന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധത്തിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപനത്തിൽ നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം തോമാപുരം തലശ്ശേരി അതിരൂപതയുടെ കുടിയേറ്റ പ്രദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശമാണ്. ഇവിടെ കുടിയേറ്റ ജനത അവരുടെ ഈ തലമുറയിൽ ആരും ഒരിക്കലും മറക്കാനിടയില്ലാത്തത് നടന്ന ഒരു വലിയ ദിവ്യകാരുണ്യ പ്രഘോഷണമായിരുന്നു അത്. ഈശോയെ മനോഹരമായ രഥത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ഈ തോമാപുരത്തെ ചിറ്റാലിക്കാൽ ടൗണിലൂടെ ദിവ്യകാരുണ്യ പ്രദർശനമായിട്ട് വന്നത് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. തോമാപുരം ഇടവക അതുപോലെ സജീവതയോടുകൂടിയാണ് നടത്തിയത്. അന്നത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ഇതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിലെ ഒരു ദർശനത്തിന്റെ വെളിച്ചത്തിൽ രൂപപ്പെടുത്തിയ ആ ദിവ്യകാരുണ്യ പേടകം ലോകം മുഴുവൻ ശ്രദ്ധിച്ചതായിരുന്നു. ഈശോയെ ഏറ്റവും രാജകീയമായി എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന ഒരുപക്ഷെ കുടിയേറ്റ ജനതയുടെ ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി ഈശോ കുടിയിരുന്ന മനോഹരമായ അവസരമായിരുന്നു അത്. അതിന്റെ വാർഷികാഘോഷങ്ങളാണ് തോമാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് ആ ദിവ്യകാരുണ്യ കോൺഗ്രസും ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഒക്കെ അതിരൂപതയ്ക്ക് വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. തോമാപുരത്ത് അതിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മനോഹരമായ ഒരു നിത്യാരാധന ചാപ്പല് ഇന്ന് ബ്ലസ് ചെയ്യപ്പെട്ടു. 24 മണിക്കൂറും ഈശോയെ ആരാധിക്കാൻ, പ്രത്യേകിച്ച് തോമാപുരം പോലെയുള്ള ഒരു കുടിയേറ്റ പ്രദേശം ആഴമായ വിശ്വാസത്തിന് വേറുള്ള ഈ സ്ഥലത്ത് വീണ്ടും അവർ വിശുദ്ധ കുർബാനയിലേക്ക് ആവേശത്തോടെ എത്തുകയാണ്. നിരന്തരം ആരാധനയ്ക്കുള്ള അവസരമാണ്. മനോഹരമായ ചാപ്പൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, നാളെ ഈ ഇടവകയുടെ 50ഓളം കിലോമീറ്റർ ഈ ഇടവകയുടെ മൊത്തം എല്ലാ വാർഡുകളിലേക്ക് എത്തുന്ന വിധത്തിൽ 55 സ്ഥലങ്ങളിൽ സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഈശോയെ ആഘോഷമായി എഴുന്നള്ളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും. തോമാപുരം ഇടവകയിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിച്ചന് മാണി മേലോട്ടത്തിൻ്റെയും പള്ളിയിലെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാരും ബഹുമാനപ്പെട്ട കൊച്ചനും പള്ളി ഭരണസമിതി എല്ലാം ഒരേ മനസ്സോടുകൂടി വലിയ ആ ദിവ്യകാരുണ്യ അനുഭവത്തിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ്. വാസ്തവത്തിൽ തോമാപുരത്തിന് മാത്രമല്ല, തലശ്ശേരി രൂപതയ്ക്ക് മുഴുവൻ ലഭിച്ച ഒരു വലിയ ആത്മീയ ഉണർവിന്റെ ഓർമ്മയാണ് ഈ വാർഷികത്തിലൂടെ ആഘോഷിക്കുന്നത്. ഈശോയുടെ അടുക്കും തോറും ഈ ജനത മുഴുവൻ ആത്മീയ വഴിയിലേക്ക് ആഴപ്പെടുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ ഇപ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ഈശോയെ ആരാധിച്ചുകൊണ്ട് ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ജനതയാണ് ഇവിടെ നീങ്ങുന്നത്. ആ വലിയ സന്തോഷത്തിലാണ് അതിരൂപത മുഴുവൻ. ഡിസംബർ 11 മുതൽ 14 വരെ നടന്ന തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ വാർഷിക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുത്തവരും അതിൻ്റെ ലൈവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കണ്ടവരും അതിൻ്റെ അഭിഷേകം അനുഭവിച്ചവർക്ക് മനസ്സിലാകും, ലോകത്തിൻ്റെ നെറുകയിലിരുന്ന് ദിവ്യകാരുണ്യ ഈശോ ലോകം മുഴുവനെയും അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. പ്രിയമുള്ളവരെ, അതിൻ്റെ വാർഷിക ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തോമാപുരം ഇടവകയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിച്ചത്. തോമാപുരം ഇടവകയിൽ തലശ്ശേരി അതിരൂപതയുടെ ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് പുട്ടത്തുകുന്നേലച്ചൻ തോമാപുരം ഇടവകയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ സ്മാരകമായി ഒരു നിത്യാരാധന ചാപ്പൽ വെഞ്ചരിച്ച് ആശീർവദിച്ച് വിശ്വാസികൾക്കായി സമർപ്പിച്ചു. ഈ നിത്യാരാധന ചാപ്പലാവട്ടെ വെറും 29 ദിവസങ്ങൾ കൊണ്ട് പണിതീർന്ന മനോഹരമായിട്ടുള്ള ഒരു നിത്യാരാധന ചാപ്പലാണ്. ദിവ്യകാരുണ്യ കോൺഗ്രസിന് സ്മാരകമായി മറ്റൊരു കാര്യം കൂടെ ഈ തോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയം ചെയ്തു വെക്കുകയാണ്. 1200-ലധികം ഭവനങ്ങളുള്ള ഈ വലിയ ഇടവകയുടെ 60
യൂണിറ്റുകളിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുകയാണ്. ഈ ഇടവകയിലെ 55 കിലോമീറ്റർ നാളെ ദിവ്യകാരുണ്യ ഈശോ പേടകത്തിലിരുന്ന് സഞ്ചരിക്കും. 55 സ്വീകരണ സ്ഥലങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യർ ആവേശത്തോടു കൂടിയാണ് ദിവ്യകാരുണ്യനാഥനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6:30 വരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 മണിക്കൂർ നടക്കുന്ന ദീപികാന്റെ പ്രദർശനം നവമായൊരു അനുഭവം ഈ ദേശത്തിന് സമ്മാനിക്കുമെന്ന് ഉറപ്പുണ്ട്. 8 പതിറ്റാണ്ടിലധികമായി ഈ ദേശത്ത് അധിവസിക്കാനായിട്ട് ദൈവം ഭാഗ്യം നൽകിയ ഈ വിശ്വാസി ഗണത്തിൻ്റെ താമസിക്കുന്ന ഇടങ്ങളിലൂടെ, അവർ കാൽവച്ച സഞ്ചരിച്ച വഴികളിലൂടെ, അവരുടെ ഭവനത്തിൻ്റെ മുന്നിലൂടെ, അവരുടെ കൃഷിയിടങ്ങളിലൂടെ, അവരുടെ സംരംഭത്തിൻ്റെ ഇടയിലൂടെ കർത്താവ് ഈശോ മിശിഹ കടന്നു പോവുകയാണ്. ഭവനങ്ങളെ ആശീർവദിക്കും, എല്ലാ വിശ്വാസികളെയും ആശീർവദിക്കും, നാനാജാതി മതസ്ഥരുടെ ദേശങ്ങളെ ആശീർവദിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കും.